അയോധ്യയിൽ നിന്ന് പ്രതിഷ്ഠ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12-നും 12:30 മണിക്കും ഇടയിലാണ് ഈ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 10 മണിയോടെ അയോധ്യയിൽ എത്തിച്ചേരും. 8000-ഓളം അതിഥികൾ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് അയോധ്യ ക്ഷേത്രം തുറന്നു കൊടുക്കുക. അയോധ്യയിൽ നിന്ന് തത്സമയം ചേരുകയാണ് നമ്മുടെ പ്രതിനിധികളായ എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണനും. ആദ്യം എസ് വിജയകുമാറിലേക്ക്. വിജയകുമാർ, ദേശീയ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിലേക്കാണ്. അതേസമയം ചില്ലറ വിവാദങ്ങളും ഉയരുന്നുണ്ട്. അയോധ്യയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ണുകളിൽ തട്ടുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ രാജ്യത്തിന്റെയും ശ്രദ്ധ ഇന്ന് അയോധ്യ എന്ന ക്ഷേത്ര നഗരിയിലേക്ക് മാറുന്ന ഒരു ദിവസമാണ്. ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രാധാന്യവും ലഭിച്ചിട്ടുണ്ട്. അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നതിനപ്പുറം ലോകമാകെ, രാജ്യമാകെ എന്നതിനപ്പുറത്തേക്ക് ലോകമാകെ കൂടി ഇവിടേക്ക് ശ്രദ്ധിക്കുന്നത്. ഏതാണ്ട് 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ പ്രത്യേക ക്ഷണിതാക്കളായി ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ചടങ്ങിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ എസ്കേൻ, ഇന്നലെ രാംലല്ലയെ ഈ രാംലല്ല എന്ന വിഗ്രഹത്തെ ഉറക്കിയിരിക്കുകയാണ്. ആ രാംലല്ല എന്ന വിഗ്രഹം ഉറങ്ങുകയാണ്. അതിനെ ജാഗ്രതാക്കുക, അതിനെ ഉണർത്തുക എന്ന ചടങ്ങ് വൈദിക കർമ്മമാണ്. ഈ ഉറക്കുക എന്നതും ഉണർത്തുക എന്നതും വൈദിക കർമ്മമാണ്. അത് രണ്ടും ഇന്ന് രാവിലെ ജാഗ്രതാക്കുക എന്ന ആ കർമ്മം പുരോഹിതന്മാർ തുടങ്ങിയിട്ടുണ്ട്. കാശിയിലെ പുരോഹിതരിൽ ഒരാളായ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ചടങ്ങിന്റെ മുഖ്യ യജമാനൻ. എസ്കേൻ, ആ ചടങ്ങിന്റെ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എസ്കേൻ, ഇതാണ് അയോധ്യ രാംപഥ്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് നീങ്ങുന്ന രാംപഥ് ഇതാണ്. ഈ രാംപഥിന്റെ കാഴ്ചകളാണ്. രാവിലെ ഏതാണ്ട് ഒരു 5 മണി മുതൽ ഈ കൊടും ശൈത്യത്തെയൊക്കെ അവഗണിച്ച് ഏതാണ്ട് 5 മണി മുതൽ ഈ രാംപഥിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദികളിൽ ഈ കലാകാരന്മാരുടെ കലാപ്രകടനം നടക്കുകയാണ്. ഇവരുടേത് എല്ലാം രാമകഥാമാനസാണ്, രാമകഥകളാണ് ഇവരൊക്കെ അവതരിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഈ രാമകഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സംഘം ഇങ്ങനെ പോവുകയാണ്. ഈ റോഡ് വൃത്തിയാക്കുകയാണ്. സ്കൈൻ വെള്ളം തളിച്ച് ആ റോഡ് വൃത്തിയാക്കുകയാണ്. അവിടെ ഒരു സംഘം നർത്തകികൾ അവരുടെ നൃത്ത പ്രകടനം നടത്തുന്നത് കാണാം. താളമേള വർണ്ണ വിസ്മയമാണ് അയോധ്യ നഗരത്തിന്റെ ഈ ദിവസങ്ങളിലെ മുഖമുദ്ര. എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ തരത്തിലുള്ള കലാപ്രകടനങ്ങളും നൃത്തവും വാദ്യമേളങ്ങളും ഒക്കെയാണ്. പ്രധാനമന്ത്രി കൃത്യം 10:25 അയോധ്യയിലെ വിമാനത്താവളത്തിലെത്തുക. അയോധ്യയിലെ പുതിയ വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രധാനമന്ത്രി 10:25 അതിനുശേഷം അദ്ദേഹം ഹെലിപാഡിൽ ഇറങ്ങും ഏതാണ്ട് 10:50 അത് കഴിഞ്ഞ് അദ്ദേഹം സരയൂ സ്നാനത്തിന് പോകും എന്ന് അനൌദ്യോഗിക വിവരമുണ്ട്, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഏതാണ്ട് 11:30 മുതൽ 12:30 വരെ ക്ഷേത്രത്തിനകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ 7000-ഓളം അതിഥികൾ, പ്രത്യേക ക്ഷണിതാക്കൾ ഈ ചടങ്ങ് നേരിട്ട് കാണുന്നുണ്ട്. 10:20-നും 10:30-നും ഇടയിലാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം ഈ കൃത്യത്തിന്, അതായത് ഈ പ്രാണപ്രതിഷ്ഠ എന്ന വൈദിക ചടങ്ങിന് കുറിച്ചിരിക്കുന്നത്, ജ്യോതിഷികൾ നൽകിയിരിക്കുന്നത്. 12:30 ആ ചടങ്ങ് അവസാനിക്കും. അതിനുശേഷം പ്രധാനമന്ത്രി അവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് ക്ഷേത്രാങ്കണത്ത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ നിലയിലാണ് പരിപാടിയുടെ ക്രമീകരണം. എസ്കേൻ, ഇവിടെ സുരക്ഷ എന്നത് വലിയ കർശനമായ സുരക്ഷ എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ. 3 നിരകളിലുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരിടത്ത് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ, അത് കഴിഞ്ഞാൽ CRPF, പിന്നീട് CRPF-ഉം UP പോലീസും സംയുക്തമായി നൽകുന്ന സുരക്ഷ. അങ്ങനെയാണ് ആ സുരക്ഷാ ക്രമീകരണം. ആകാശത്ത് ഡ്രോൺ നിരീക്ഷണം ശക്തമാണ്, ഹെലികോപ്റ്റർ നിരീക്ഷണം ശക്തമാണ്. CCTV ക്യാമറകൾ, AI ക്യാമറകൾ നഗരത്തിലെ ഓരോരുത്തരുടെ നീക്കവും ഒപ്പിയെടുക്കുന്നുണ്ട്. അങ്ങനെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എസ്കൈൻ, വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയായിരുന്നു തീർത്ഥാടക സംഘങ്ങളായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ്, ഈ തീർത്ഥാടക സംഘങ്ങൾ ഈ ദിവസങ്ങളിൽ വരരുത്. അവിടെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രം തുറന്നു കൊടുക്കുമ്പോഴേക്കും എല്ലാവരും എത്തിയാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല,
ഇതാ ഇപ്പോഴും ഈ തീർത്ഥാടക സംഘങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. അവരിങ്ങനെ അയോധ്യ നഗരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാര്, തീർത്ഥാടകര്, വിവിധ മഹാമണ്ഡലുകളെ പ്രതികരിച്ചുള്ള സന്യാസി വര്യന്മാര്, അങ്ങനെ അവരെ കൊണ്ടൊക്കെ അയോധ്യ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു എസ്കേൻ എന്ന് പറയാം. സരയൂ നദിയുടെ തീരം ഇന്നലെ വൈകിട്ട് അതിഗംഭീരമായി അലങ്കരിച്ചിരിക്കുകയായിരുന്നു. എസ്കേൻ, ഒരു കാര്യം കൂടി, ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ നഗരം മുഴുവൻ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് ചെരാതുകൾ ഈ നഗരത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. നഗരം അതിഗംഭീരമായി ബോഡി പിടിപ്പിച്ചിട്ടുണ്ട്. കലാകാരന്മാർ അവരുടെ കലാപ്രകടനത്തിന് കാത്തു നിൽക്കുകയാണ് എസ്കേൻ. അങ്ങനെ അതിഗംഭീരമായി അലങ്കരിച്ച നഗരത്തിൽ ലോകമാകെ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ഇവന്റാണ് നടക്കാൻ പോകുന്നത്. 12:30 പ്രാണപ്രതിഷ്ഠ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കും. എസ്കേൻ, ഒരു കാര്യം കൂടി, ഇവിടേക്ക് ആരൊക്കെ എത്തുമെന്നതാണ് കൗതുകം. കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയൊക്കെ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ എത്ര പേർ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തുമെന്നത് കൂടി ഒരു കൗതുകമാണ് എസ്കേൻ. ഓക്കെ, താങ്ക് യു. അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാർ ചേരുകയായിരുന്നു. ഇന്ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ക്രമത്തിൻ്റെ പൂജാവിധികളുടെ ഒക്കെ വിശദാംശങ്ങളുമായി അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി എത്തുന്നത് 10 മണിക്കാണ്. ഈ 10 മണിക്ക് മുൻപായിട്ട് തന്നെ ഇന്നലെ ശ്രീരാമ വിഗ്രഹം ശയ്യാദിവാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ പൂജകൾ ആരംഭിച്ചിട്ടുണ്ട്. ജാഗരണ അധിവാസത്തിലേക്ക് പൂജകൾ കടന്നിരിക്കുന്നു. ശ്രീരാമ വിഗ്രഹത്തെ ഉണർത്തുക, രാംലല്ലയെ ഉണർത്തുക, അതിനുശേഷം ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് തയ്യാറാക്കുക, പ്രാണൻ സ്വീകരിക്കാൻ വിഗ്രഹത്തോട് അഭ്യർത്ഥിക്കുക. അതാണ് ഇനി നടക്കുന്ന ചടങ്ങുകൾ. ആ ചടങ്ങുകൾ ഏതാണ്ട് 12 മണി വരെയാണ് നീളുന്നത്. രാവിലെ കലശം നടക്കും. ഏതാണ്ട് 114 രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യനദികളിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ആ കലശം നടക്കുക. പ്രധാനമന്ത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയായിരിക്കും ഇവിടെ എത്തുക. ആദ്യം അദ്ദേഹം ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തും. അവിടെ നിന്ന് സരയൂ സ്നാനം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. സരയൂ സ്നാനത്തിന് ശേഷം അദ്ദേഹം സിംഹദ്വാറിലൂടെ, ഈ രാമക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന്റെ പേര് സിംഹദ്വാർ എന്നാണ്, സിംഹദ്വാറിലൂടെ കടന്ന് അദ്ദേഹം ഗർഭഗൃഹത്തിലേക്ക് എത്തും. അപ്പോഴായിരിക്കും ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ സമയത്ത് ഈ ശ്രീരാമ വിഗ്രഹത്തിന്റെ മുഖം ഇപ്പോൾ കണ്ണ് മൂടിയ നിലയിലാണ് ഉള്ളത്. ശ്രീരാമ വിഗ്രഹത്തിന് സ്വർണ്ണ സൂചി ഉപയോഗിച്ച് അഞ്ജനം എഴുതിയ ശ്രീരാമ വിഗ്രഹത്തെ മുന്നിലുള്ള കണ്ണാടിയിൽ സ്വന്തം രൂപം തന്നെയായിരിക്കും ആദ്യം കാണിക്കുക. അത് താന്ത്രിക വിധി പ്രകാരമുള്ള ഈ പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകളുടെ ഭാഗമാണ്. ആദ്യം സ്വന്തം രൂപം ശ്രീരാമ വിഗ്രഹം രാംലല്ല തന്നെ കാണണം. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി അടക്കമുള്ള 5 പേർ ഈ സ്ഥലത്തേക്ക് എത്തുന്നതും ദർശനം നടത്തുന്നതും. പ്രധാനമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, RSS അധ്യക്ഷൻ, ഒപ്പം ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി അടക്കമുള്ളവരാണ് അവിടെ എത്തുക. പ്രധാനമന്ത്രി താലത്തിൽ ഉള്ള 58 ഇനം അവിടെ സമർപ്പിക്കും. ഇതാണ് ആദ്യം, ഈ ഭക്ഷണങ്ങളായിരിക്കും ആദ്യമായി രാംലല്ലയ്ക്ക് നേദിക്കുന്നത്. അതിനുശേഷം ആരതി നടക്കും. പ്രധാനമന്ത്രി മുഖ്യ യജമാനൻ എന്ന രീതിയിലാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പ്രധാനമന്ത്രി ഈ വിധത്തിൽ ഈ മുഖ്യ യജമാനനായിട്ട് പങ്കെടുക്കുന്നത്. മുഖ്യ യജമാനായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ആരതി നടത്തിയതിനു ശേഷം കവാടം, ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം ജനങ്ങൾക്ക് തുറന്നു നൽകും. അതോടുകൂടി ശ്രീരാമക്ഷേത്രം, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടും. ഇതോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം അവിടേക്ക് എത്തുന്ന ആളുകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രധാനമന്ത്രി ഏതാണ്ട് 4 മണിക്കൂറിലധികം ഈ ക്ഷേത്രത്തിൽ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഉണ്ടാകും.
ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്ന് പൂർത്തിയാകുന്നതിന് മുറയ്ക്ക് എല്ലാ ദിവസവുമുള്ള പൂജകളും ആരംഭിക്കും. ആരതി 3 തവണയാണ് എല്ലാ ദിവസവും ഉണ്ടാകുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ ഉള്ള ആരതികളായിരിക്കും ഉണ്ടാവുക. നാളെ രാവിലെ മുതൽ പൊതുജനങ്ങൾക്കായിട്ട് ക്ഷേത്രം തുറന്നു നൽകും. ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പക്ഷേ വലിയ രീതിയിലുള്ള ജനസഞ്ചയം പല മേഖലകളിൽ അയോധ്യയിലെത്തി തമ്പടിച്ചിട്ടുണ്ട്. അവർ നാളെ രാവിലെ മുതൽ ഇവിടേക്ക് എത്തും. ആ തിരക്ക് നിയന്ത്രിക്കാനും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിരത്തുകളിൽ നിന്ന് എല്ലാവരോടും മാറാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ മേഖലയിലേക്ക് ഇനി ആരെയും കടത്തി വിടുന്നില്ല. പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് നിറഞ്ഞിരിക്കുന്നു. അവർ ആ മേഖലയിൽ നിന്നുള്ള ആളുകളെയെല്ലാം മാറ്റുകയാണ്. ഇനി ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിന് ശേഷം മാത്രമായിരിക്കും ഇവിടേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടാകുക. വലിയ രീതിയിലുള്ള സുരക്ഷ, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ ഒരു 3 ലെയർ പ്രൊട്ടക്ഷനാണ് ഈ അയോധ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സുരക്ഷയുടെ നടുവിൽ നിൽക്കുന്ന അയോധ്യ ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രധാനപ്പെട്ട അതിഥികൾ ഓരോന്നായി എത്തുന്നുണ്ട്. 11 മണിക്ക് മുൻപായി തന്നെ എല്ലാ അതിഥികളും അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരാകണം എന്ന നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട്. എല്ലാ അതിഥികളും അവിടെ എത്തിയതിന് ശേഷം അതിഥികളെ സ്വീകരിക്കാനുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അയോധ്യ ഒരു ഉത്സവ ലഹരിയിൽ, ഉത്സവ ഛായയിൽ ആണ്. ത്രേതായുഗ പ്രൗഢിയിലേക്ക് അയോധ്യ എത്തും എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമായി വന്നിരിക്കുന്നത്. ത്രേതായുഗത്തിൽ അയോധ്യ എങ്ങനെയായിരുന്നു എന്ന രീതിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ്. അതിൽ ആർക്കും ഏതെങ്കിലും വിധത്തിൽ ഒരു വിഭാഗത്തിനും എതിരാകുന്ന സന്ദേശം ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഈ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. സരയുവിൽ നിന്ന് ഉള്ള ജലം ഈ കലശത്തിന്റെ ഭാഗമായിട്ട് രാവിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതും ഈ ഏതാണ്ട് 114 രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പുണ്യ നദികളിൽ നിന്നുള്ള ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരെ ഉള്ള ജലം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള കലശമായിരിക്കും ഇനി തുടർന്ന് നടക്കാൻ പോകുന്നത്. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. വിജയകുമാറും ആർ രാധാകൃഷ്ണനും അടങ്ങുന്ന ടീമിന്റെ നേതൃത്വത്തിൽ വലിയൊരു വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു. അവിടുത്തെ ഓരോ ദൃശ്യവും ഒപ്പിയെടുത്ത് പ്രേക്ഷക സന്നിധിയിൽ എത്തിക്കാൻ നമ്മൾ സജ്ജമായിരിക്കും. നമുക്കൊപ്പം തന്നെ തുടരും.